Hello guys, welcome back to Random Go-Primes. Rockstar ഉണ്ട്. പിന്നെ പുതിയ അതിഥി ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അന്ന് പറയുന്നത് the new era will begins. അതേപോലെ നമുക്ക് പുതിയ മെമ്പേഴ്സിനെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ജസ്റ്റ് ഇപ്പൊ നമ്മളെ മെമ്പേഴ്സ് ഇപ്പൊ അങ്ങ് അപ്പുറത്തെ ജില്ലയിലെത്തിയാണ് ഗൈസ്. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പുള്ള പേര് പറ പുള്ള. കുറച്ച് പറ. ആദി. ഓക്കേ. പുതിയൊരു മെമ്പറാണ് നമ്മളെ ചാനലിൽ. അപ്പൊ എല്ലാരും നമ്മളെ മെമ്പേഴ്സിനെ നമ്മൾ ഇനി ആഡ് ചെയ്യുന്നതായിരിക്കും. കുറെ പേരൊക്കെ പോയി. എല്ലാരും പോയി. പാർത്ഥിവ് നമ്മുടെ അതായത് പേര് സിഗ്മ ഉണ്ണി കോൺട്രാക്ട് പിന്നെ അവന്റെ പേരെന്താ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ചെറിയൊരു നമ്മള് വീണ്ടും ശ്രാവന്റെ വീട്ടിൽ വന്നേക്കാണ്. അത് പറയാൻ പറഞ്ഞത് ബാക്ക് ടു ബാക്ക് നമ്മള് സോറി ഗൈസ്, നമ്മൾ അഡ്വഞ്ചർ തുടങ്ങിയാണ് ഇല്ലടാ. ഇതുവഴിയാണ് നമ്മൾ കയറുന്നത്. എന്താവുമെന്നോ ഞാൻ നോക്കി പോയിട്ടില്ലെങ്കിൽ റോട്ടിൽ ചെന്ന് വീഴും. വല്ല പാണ്ടിലോറിയുടെ അടിയിൽ ചെന്ന് പെട്ട് അടുത്ത പഞ്ചായത്തും എല്ലാം പോയി നിൽക്കേണ്ടി വരും ഗൈസ്. അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ കയറണം. നമ്മളെ വീഡിയോയുടെ കഴിഞ്ഞ ലാസ്റ്റത്തെ വീഡിയോക്ക് ഒരു ലൈക്ക് പോലും കിട്ടില്ല. അത് തന്നെ ലൈക്ക് ഒന്നുമില്ല, നിങ്ങൾ ആരും സപ്പോർട്ടില്ല. മുമ്പൊരു വീഡിയോ ഒക്കെ നമ്മൾ 100 എത്ര വ്യൂസ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചോ നമ്മൾ വൈറലായിരുന്നു. ചുമ്മാ പറ്റിക്കുമായിരുന്നില്ലേ ഗൈസ്. എല്ലാം മനസ്സിലായി, മതിയായി, എല്ലാം മടുത്തു. അതിദുഷ്കരമായ വഴികളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പന്നിയൊക്കെ ഉണ്ടെന്നാണ് പറയണത്. എനിക്കറിഞ്ഞൂടാ. വാട്ടർ സപ്ലൈ ഉണ്ട്. ഓ നൈസ്. നമ്മള് കഠിന അധ്വാനമാണ്, നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവാണ് ഗൈസ്. ഗുണാക്കേവ് സുഭാഷേ എന്തോ ഇത്രയും നമ്മൾ വഴി താണ്ടിയിരിക്കുന്നു. നമ്മൾ പോകുന്നത് വായില്ല കുന്നിലപ്പൻ്റെ മടയിലേക്കാണ്. അന്ന് നമ്മൾ ആ മല വരെ പോയി. ഒരു പന്നി കാട്ടിൻ്റെ ഇടയിൽ നനക്കം കണ്ട് നമ്മൾ ഓടിത്തള്ളി. പിന്നെ കുഴപ്പമില്ല. വൈകിട്ട് 6 മണി കഴിഞ്ഞിട്ടാണ് കൂടുതൽ ഇറങ്ങുന്നത്. എത്രത്തോളം പോകാൻ പറ്റുമോ നോക്കാം. അവിടെ കാണാൻ കിടക്കുന്നെങ്കിൽ ഇറങ്ങി ഓടാൻ പറ്റും. നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗൈസ്. ആർക്ക് പേടി? എനിക്ക് പേടിയില്ല. വണ്ടർഫുൾ. ഇതൊക്കെയാണ് പ്രകൃതി ഭംഗി. അതെ, അത് അതാ. ഇതാണ് അവൻ പറഞ്ഞ ടാങ്ക്, വാട്ടർ സപ്ലൈ. അതെങ്കിൽ അത് ഓടിക്കോ. സുരേഷ് ഗോപി സിന്ധിയുടെ വളവ്. ഇതാണ് പന്നി ഇറങ്ങി വരുന്ന വഴിയെന്നാണ് അവന്മാര് പറയുന്നത്. നോക്കി വയസ്സാണ്ട് ഇത് നോക്കിയാണ്. ഇവിടെയൊക്കെ ഇളക്കി ഇട്ടേക്കുന്നുണ്ട്. ഈ ഭാഗം അവിടെ കണ്ടേ, ഇവിടെ കണ്ട തോണ്ടി ഇട്ടേക്കാണ് ആശാമാര് കണ്ടേ. രാത്രി ഇമാരൊരു 6-7 മണിക്കൊക്കെയാണ് ഇറങ്ങുന്നാണ്ട്. ഈ സ്ഥലങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഫുള്ള് പന്നിയെന്ന് വെച്ചാൽ പന്നിയുടെ കൂടാരമാണ്. നമ്മളെ ഒരുപാടൊന്നും മണ്ടേ പോലെ പകുതി വരെ പോയിട്ട് ഇപ്പം ഇനി ഇറങ്ങി വരും കേസ്. അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ കുറച്ച് ദൂരം ആയേ ഉള്ളൂ. ഇനി എത്തിയല്ലേ നമ്മളാണ്ട്. അതാണ് ഗൈസ്. ഗൈസ് നമ്മൾ എന്തായാലും ഇത്രയൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവിടെ എത്തിയിട്ടാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വല്ല അഡ്വഞ്ചറായിട്ട് വല്ല കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പം കാണാം ഗൈസ്. ഗൈസ് വായില്ല കുന്നിലപ്പനെ കണ്ടെത്തി ഗൈസ്. അതുകൊണ്ട് കമ്പൊക്കെ കുത്തി മൂപ്പൻ വായില്ല കുന്നിലപ്പൻ. മൂപ്പ പുലിയൂരിലേക്കുള്ള വഴി പറഞ്ഞു തരുമോ? നമ്മൾ NH റോഡ് കയറി നേരെ ഇവിടെ കൂടെ അവിടെ നിന്ന് മറന്നു പോയി. അപ്പം പോയി ക്ഷമിക്കണം. മൂപ്പൻ വൈബാണ് ഗൈസ്. എവിടെ ഒരു മിനിറ്റ് ഗൈസ്. കുനിഞ്ഞ് കാണിച്ചു കൊടുക്കണം. ഇത്രയൊക്കെ കണ്ടാ മതി. അതാണ് മല കണ്ടാ. അങ്ങോട്ടല്ല ഗൈസ് നമ്മൾ പോകുന്നത്. ഇവൻ പൊട്ടത്തരം വിളിച്ച് പറയും. ഇതെന്റെ സ്ഥലം പോലും അല്ലേ, ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പന്മാര് മലയെന്ന് പറഞ്ഞാൽ കാണിച്ചു. ഉമ്മയൊന്നും കൊടുക്കൂല, ഓടും. അത്രേ ഉള്ളൂ. ഫാമാസിനൊക്കെ കൃഷിക്ക് മണ്ണിളക്കാൻ പന്നീനെ വിളിക്കണം.
ആ മതി മതി ഓട്. അവിടെ ചെന്നാ നമുക്ക് ഒരു കിടിലൻ വ്യൂ പോയിന്റ്. എൻഡ് പോയിന്റ് പക്ഷെ അതുവരെ മുത്തേ അവിടെ വരെ പോണം. അവിടെ എനിക്ക് പേടിയായി തുടങ്ങിയിട്ട് ഞാൻ ഇവിടെ ഉള്ള ആളാണെങ്കിലും എനിക്കും പേടിയുണ്ട്. വായില്ല കുന്നിലപ്പനെ പേടിയെന്ന്. അതാരാണ് പന്നിയാണ്. ആ അപ്പൊ പേടിക്കണം. ആ വ്യൂ പോയിന്റ് ഒക്കെ വെട്ടി ആ ഇപ്പൊ കാണിച്ചു തരാം. അവിടെ അത്രയും വലിയൊരു പാറ ഉണ്ടായിരുന്നു. ഫുള്ള് ഇവിടെ ഉള്ള ആൾക്കാർ പൊളിച്ച് ഇതിനെതിരെ നമുക്ക് ആർക്കും പ്രതിഷേധം ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഉള്ള എല്ലാവരും അതിൽ അവർ ആ പാറയെ പൊട്ടിക്കുന്ന ആൾക്കാർ ഇവിടെ നിന്ന് പൈസ കൊടുത്ത് എല്ലാവരും ഒതുക്കി. ഇതൊക്കെയാണ് ഇവിടുത്തെ നല്ല വ്യൂ ഉള്ള മല. ഞാൻ വിചാരിച്ച പന്നി എങ്ങാണ്ട് വന്നു. അവിടെ ഒരു അമ്പലമാണ് കേട്ടോ. ഓ ഗൈസിന് മുകളിലെത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ല സീനറിയാണ്. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ. എന്തിനാണ് ഇന്ന് ദീപാവലിയാണ്. എല്ലാരും പടക്കമൊക്കെ പൊട്ടിച്ചോണ്ടിരിക്കുന്നു. ഹാപ്പി ദിവാലി. ഹാപ്പി ദീപാവലി. ഹാപ്പി ദിവാലി. ഗൈസ് അങ്ങനെ നമ്മള് താഴോട്ട് ഇറങ്ങി പോവുകയാണ്. കൂടുതൽ ശബ്ദം ഉണ്ടാക്കിയല്ലോ വന്നി വന്നാലേ. നമ്മൾ കിടന്ന് ഓടയാണ്. ക്ഷമിക്കണം. പറയാനൊന്നും പറ്റൂല. ഇപ്പൊ എവിടെ നിന്നെങ്കിലും കയറുന്ന വൈൽഡ് കാർഡ് എൻട്രി ആവും. ആ തന്നെ. അങ്ങനെ നമ്മൾ അതിദുഷ്കരമായ വഴികളിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ തിരിച്ചെത്തി. എന്തിനായാലും വായില്ല കുന്നിലപ്പം തോന്നിക്കുന്നു. മെഷീനെ മുള്ളം പന്നീരെ മുള്ളൊക്കെ കൊണ്ടാണ് നമ്മൾ ഓടിയത്. കാരണം ആയുധങ്ങൾ വേണം. വല്ല പന്നി വല്ലതും കയറിയെന്ന്. ഇവന് വയ്യയുടെ അതവിടെ കുത്തി വെച്ച്. ഇപ്പം ഞാനൊരു സംഭവം കാണിച്ചു തരാം. സീൻ ശ്രാവണേ, നമ്മളെ അടുത്ത പരിപാടി എന്തേരാണ് അടുത്ത പരിപാടി? എന്തേരാണ്? അടിയായി ഗൈസ്. കണ്ണഞ്ചുന്നൊരു നാടുണ്ടെങ്ങ് കണ്ണാടിക്കല് പേരാണ്. അടിതട ചോടും വരുതിയിലാക്കിയ ഒരിഞ്ഞിറങ്ങിയ നേരത്തെല്ലാം വീര്യം കണ്ടത് നേരാണ്. കൊമ്പുകുലുക്കിയ വമ്പന്മാരിൽ മുൻപേയുള്ളവൻ ആരാണ്? കാല് കൊത്തിയൊരേതു മണ്ണും വണങ്ങിയതാണെന്നും കാട്ടുപോത്തും തോറ്റുമാറിയതാണയ്യ. മാകൃക്കണ്ണ അടി കൊണ്ട് കിടന്ന് അവിടെ തന്നെ കിടക്കുന്നു. എടാ ജീവിതമൊക്കെ ആയി ഇങ്ങനെയൊക്കെ തന്നെടാ. ജീവിതമായി ഇങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ അവൻ പോയി. ഒരു മിന്നായം പോലെ എന്തൊക്കെ സംഭവിച്ചു കൊണ്ടുപോയി. പിന്നെ നമ്മള് ഇന്നത്തെ വീഡിയോ ക്ലോസ് ഗൈസ്. Like, share and subscribe. Bye guys.